സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കാനൊരുങ്ങി പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന. സംഭവം നടന്ന് 8 വർഷമാകുമ്പോഴും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഹർഷീനയ്ക്ക് നീതി ലഭിക്കുന്നില്ല. തനിക്ക് അനുകൂലമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതി നിലപാടെടുക്കാത്തതിനാലാണ് കേസിൽ പ്രതികൾക്ക് സ്റ്റേ ലഭിച്ചത് എന്നാണ് ഹർഷീനയുടെ പരാതി. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവ് ഉണ്ടായതിനെ തുടർന്ന് അവർക്ക് ഹർഷീനയ്ക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. 8 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ഇതിൻ്റെ ഈ കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയിൽ അവർക്ക് കൃത്യമായ അതിനുള്ള ദുരിതാശ്വാസ തുക പോലും, അല്ലെങ്കിൽ ആ ചികിത്സാ പിഴവിനുണ്ടായ ആ ഒരു തുക പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അവർ പോരാട്ടം നടത്തേണ്ട സാഹചര്യം. ഗോകുൽ കെ വേണുഗോപാൽ. 2017 നവംബർ 30-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. ഹർഷീനയുടെ 3ാമത്തെ പ്രസവത്തിന്റെ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. പിന്നീട് ആ വേദനകളുമായി ഒരുപാട് നാളുകൾ വിവിധ ആശുപത്രിയിൽ ഹർഷീന പോയി പരിശീലിച്ചു. പിന്നീട് 4 വർഷത്തിലധികം കാലം ഈ കത്രിക ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 101 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ ഹർഷീന സമരം ചെയ്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ 2 തവണ മുമ്പ് സമരം ചെയ്തു. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തു. ഇത്തരത്തിലുള്ള സമരം ചെയ്യുന്ന സമയത്ത് ഹർഷീനയുടെ ആവശ്യം എന്താണോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അധികൃതർ ഹർഷീനയെ സമാധാനപ്പെടുത്തുകയും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കേവലം 2 ലക്ഷം രൂപ മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ യാതന മെഡിക്കൽ ബോർഡിന് അല്ലെങ്കിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പിഴയ്ക്ക് ഹർഷീനയുടെ ജീവിതം തന്നെ ഒരുപക്ഷെ ബലിയാടാക്കേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ഈ വയറ്റിൽ 4 വർഷത്തിലധികം ഒരു കത്രിക വയറ്റിൽ കുടുങ്ങി ആ സ്ത്രീ ജീവിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ആരും തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവിധ ആശുപത്രിയെ സമീപിക്കുകയും ഇപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് രൂപ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശസ്ത്രക്രിയ വരുന്നു. ആ കത്രിക ഉണ്ടായിരുന്ന ഭാഗത്ത് വീണ്ടും പഴുപ്പ് വരുന്നു. അവിടെ മാംസം അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് സർക്കാരിന്റെ സഹായവുമായിട്ട് ഹർഷീന രംഗത്തേക്ക് ഇറങ്ങിയത്. ഓരോ സമരം ചെയ്യുമ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാമെന്നും നിങ്ങൾക്ക് ആവശ്യമായ സഹായധനം നൽകാമെന്നും സർക്കാർ പറയുന്നു, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു സഹായം ഹർഷീനയ്ക്ക് ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം ആരംഭിക്കാൻ ഹർഷീന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ഒരു സമര പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാദ്യത്തേതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം 104 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരം കിടന്നു. പിന്നീട് 2 തവണ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം, കോഴിക്കോട് കമ്മീഷണർ ഓഫീസർക്ക് മുന്നിൽ സമരം. ഇത്തരത്തിലുള്ള നിരന്തരമായ സമരങ്ങളിൽ കൂടിയാണ് കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുകയും ചില ആളുകളെങ്കിലും പേരുകളെങ്കിലും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെയും നീതി നിഷേധിക്കപ്പെടുകയാണ്. തുടർ ചികിത്സയ്ക്ക് ശരിയായ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ഹർഷീനയ്ക്ക് സാധിക്കാത്ത സാഹചര്യം. ഇവിടെയാണ് വീണ്ടും ഒരു സമരവുമായി രംഗത്തിറങ്ങേണ്ട ഗതികേടിലേക്ക് ആ സ്ത്രീ എത്തിയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ഹർഷീനയുടെ തീരുമാനം. വിനോദ്. അതെ, വളരെ വ്യക്തമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന എന്ന വീട്ടമ്മ. സംഭവം നടന്ന 8 വർഷമാകുമ്പോഴും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഹർഷീനയ്ക്ക് നീതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.